ഹായ് ഫ്രണ്ട്സ്. കോൺസെപ്റ്റ്സ് ഓഫ് ഒ ഡി ബി എം എസ് ആണ്. അതായത് ഒ ഡി ബി എം എസ് എന്താണെന്ന് ആദ്യം നോക്കാം. ഒ ഡി ബി എം എസിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഒ ഡി ബി എം എസ്. അതായത് സപ്ലൈസ് ദ കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം നമുക്കറിയാം, ഓപ്സ് നമുക്കറിയാം. അപ്പം ഓപ്സിലുള്ള കോൺസെപ്റ്റും അതിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഒ ഡി ബി എം എസിലും വരുന്നത്. അപ്പം ഓപ്സിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് ഏകദേശം ഒ ഡി ബി എം എസിലും വരുന്നത്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലും വരുന്നത്. ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് ബേസിക് കോൺസെപ്റ്റ്സ് ആർ ദർ ഈസ് എ certain set of basic concepts supported by each object oriented database system. These basic concepts are objects and identity, encapsulation, classes and instantiation, inheritance and overloading, overriding and late binding. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി ഓരോ കോൺസെപ്റ്റും എന്താ നമുക്ക് നോക്കാം. ഒബ്ജക്റ്റ് ആൻഡ് ഐഡൻറ്റിറ്റി ആണ് ഫസ്റ്റ് വൺ. In an object-oriented database, each real-world entity is represented by an object. This object has a state and a behavior. ഇപ്പം ഒബ്ജക്റ്റ് എന്താ നമുക്കറിയാം, നമ്മൾ ഊപ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. അതൊരു പേഴ്സൺ ആവും, പ്ലേസ് ആവും, അങ്ങനെ ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയാം. ആ ഒബ്ജക്റ്റിന് ഒരു സ്റ്റേറ്റും ഉണ്ടാവും, ഒരു ബിഹേവിയറും ഉണ്ടാവും. അപ്പം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. ആ റിയൽ വേൾഡ് എൻറ്റിറ്റി, അതായത് ആ ഒബ്ജക്റ്റിന് ഒരു സ്റ്റേറ്റും ഉണ്ടാവും, ഒരു ബിഹേവിയറും ഉണ്ടാവും. The combination of the current values of an object's attribute defines the object state. അപ്പം ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ കറൻറ്റ് വാല്യൂസിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുക. ആൻഡ് സെറ്റ് ഓഫ് മെത്തേഡ്സ് ആക്ടിങ് ഓൺ ഒബ്ജക്റ്റ് സ്റ്റേറ്റ് ഡിഫൈൻ ദ ഒബ്ജക്ട്സ് ബിഹേവിയർ. അപ്പം ഒബ്ജക്റ്റ് സ്റ്റേറ്റിൽ പെർഫോം ചെയ്യുന്ന മെത്തേഡ്സിനാണ് നമ്മൾ ഒബ്ജക്ട്സ് ബിഹേവിയർ എന്ന് പറയുക. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ സ്റ്റേറ്റും ഉണ്ടാവും, ബിഹേവിയർ ഉണ്ടാവും. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ടിൻ്റെ കറൻറ്റ് വാല്യൂവിനാണ് ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയാം. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് മെത്തേഡ്സ് ആണ്, അതായത് ഒബ്ജക്റ്റിൻ്റെ മേലെ പെർഫോം ചെയ്യാൻ പറ്റിയ സെറ്റ് ഓഫ് മെത്തേഡ്സ് ആണ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. ഇനി ഐഡൻറ്റിറ്റി എന്താ നോക്കാം. യൂസിങ് ഒബ്ജക്റ്റ് ഐഡൻറ്റിഫയേഴ്സ് കംസ് വിത്ത് സെറ്റ് ഓഫ് അഡ്വാൻറ്റേജസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് ഒരു ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റിന് ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ ഡാറ്റാബേസ് യൂസർ നീഡ് നോട്ട് ടു കൺസേൺ വിത്ത് ഡിഫൈനിങ് കീസ് ഫോർ ഈച്ച് റിലേഷൻ. ഓരോ ഒബ്ജക്റ്റിനും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ടാവുന്ന സമയത്ത് എല്ലാ ഒബ്ജക്റ്റിനും ഒരു കീ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. Another advantage is the better performance as the handling of object identifier is implemented on a low level by the system. പിന്നെ ഒബ്ജക്റ്റ് ഐഡൻറ്റിഫയർ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് ബെറ്റർ പെർഫോമൻസ് ആണ്. അപ്പോൾ അതാണ് ഒബ്ജക്റ്റും ഐഡൻറ്റിറ്റി എന്താണെന്ന് പറഞ്ഞത്. ഈ നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ ഇൻ ആൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മീൻസ് ആൻ ഒബ്ജക്റ്റ് കണ്ടെയ്ൻസ് ബോത്ത് ദ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ദ മെത്തേഡ്സ് ടു മാനിപ്പുലേറ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. അപ്പം ഒരു ഒബ്ജക്റ്റിൽ ഡാറ്റ സ്ട്രക്ചേഴ്സും ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും ഉണ്ടാവും. അതാണ് എൻക്യാപ്സുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് ഒബ്ജക്റ്റിൻ്റെ ഡാറ്റ സ്ട്രക്ചറും ഉണ്ടാവും, അതിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ്സും ഉണ്ടാവും. The data structures are internal to the object and are only accessed by other objects through the public method. അപ്പം ഒരു ഒബ്ജക്റ്റിനെ മറ്റുള്ള ഒബ്ജക്റ്റിന് പബ്ലിക് മെത്തേഡ്സ് വഴിയേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള വേറൊരു ഒബ്ജക്റ്റിനെ അതിനെ ആക്സസ് ചെയ്യണമെങ്കിൽ പബ്ലിക് മെത്തേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എൻക്യാപ്സുലേഷൻ കൊണ്ട് എയിം ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന് ഡാറ്റ സ്ട്രക്ചറും ഉണ്ടാവും, മെത്തേഡ്സും ഉണ്ടാവും. അതാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റ് ആണ് ക്ലാസ് ആൻഡ് ഇൻസ്റ്റാൻറ്റിയേഷൻ. എ ക്ലാസ് ഈസ് എ സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് ദാറ്റ് ഹാവ് എക്സാക്ട്ലി സെയിം ഇൻറ്റേർണൽ സ്ട്രക്ചർ. അപ്പം ഒബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡ് എൻറ്റിറ്റിനാണ് ഒബ്ജക്റ്റ് എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ള ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ സെറ്റ്, അതായത് സെറ്റ് ഓഫ് ഒബ്ജക്റ്റിനാണ് നമ്മൾ ക്ലാസ് എന്ന് പറയാം. ഇൻ ദാറ്റ് way, a class defines the implementation of an object and a type describes the way the object can be used. ഇപ്പം ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ ക്ലാസ്സിൽ ഒരു ടൈപ്പ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, അത് ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ടാവും ക്ലാസ്സിൽ ഒരു ടൈപ്പും. ക്ലാസ്സിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ കാണിക്കാനാണ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്.
In that way, a class defines the implementation of an object. Objectന്റെ implementation ആണ് class define ചെയ്യുന്നത്. And a type describes the way object can be used. Objectനെ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതിനാണ് type describe ചെയ്യുന്നത്. The term instantiation aims at the fact that a class definition can be used to generate a set of objects. അപ്പം ഇൻസ്റ്റാൻറ്റിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഡെഫിനിഷന് ഒരേ സ്ട്രക്ചറിലും ബിഹേവിയറിലും വരുന്ന ഒബ്ജക്റ്റിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇൻസ്റ്റാൻറ്റിയേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പം ക്ലാസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അപ്പം ഇൻസ്റ്റാൻറ്റിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്, അതായത് ഒരു ക്ലാസ് ഡെഫിനിഷന് ഒരേ സ്ട്രക്ചറിലും സെയിം ബിഹേവിയറിലും വരുന്ന സെറ്റ് ഓഫ് ഒബ്ജക്റ്റിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കതിനെ ഇൻസ്റ്റാൻറ്റിയേഷൻ എന്ന് പറയാൻ പറ്റും. എ ക്ലാസ് സ്പെസിഫൈസ് എ സ്ട്രക്ചർ, എ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് എ സെറ്റ് ഓഫ് മെത്തേഡ്സ് വിച്ച് ഇംപ്ലിമെൻറ്റ്സ് ഓപ്പറേഷൻസ്. അപ്പം ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും, പിന്നെ ഓപ്പറേഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുണ്ടാവും, പിന്നെ ഒരു മെത്തേഡ്സ് ഉണ്ടാവും. ആ ക്ലാസ്സിൽ എന്തൊക്കെ മെത്തേഡ്സ് ആണെന്നുള്ള അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള ഒബ്ജക്റ്റിൻ്റെ മേലെ പെർഫോം ചെയ്യുന്ന മെത്തേഡ്സ് എന്താണെന്ന് അതും ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതാണ് ക്ലാസ് ആൻഡ് ഇൻസ്റ്റൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് മേക്സ് ഇറ്റ് പോസിബിൾ ടു ഡിഫൈൻ എ ക്ലാസ് ആസ് എ സബ് ക്ലാസ് ഓഫ് ആൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് വൺ. അപ്പം ഒരു ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത ഒരു ക്ലാസ്സിൽ നിന്നും വേറൊരു സബ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. നമ്മൾ ഊപ്സിൽ പഠിച്ച സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. ഇപ്പോൾ ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ നിന്നും നമ്മൾ വേറൊരു ക്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ് ക്ലാസ് ആയിട്ട് നമ്മൾ ഒരു ക്ലാസ് ഡിറൈവ് ചെയ്തെടുക്കുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ക്ലാസ്സിന് നമുക്ക് സൂപ്പർ ക്ലാസ് എന്ന് പറയാൻ പറ്റും. ദ സബ് ക്ലാസ് ഇൻഹെറിറ്റ്സ് ഓൾ ദ ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് ഫ്രം ദ സൂപ്പർ ക്ലാസ് ആൻഡ് ക്യാൻ അഡീഷണൽ ഡിഫൈൻ ഇറ്റ്സ് ഓൺ ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ്. അപ്പം നമ്മൾ ഏത് ക്ലാസ്സിൽ നിന്നാണോ സബ് ക്ലാസ് ഡിറൈവ് ചെയ്ത് വരുന്നത് ആ ക്ലാസ്സിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ഈ സബ് ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതിൻ്റെ ആട്രിബ്യൂട്ട്സും നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുള്ള സബ് ക്ലാസ്സിനുണ്ടാവും. അതായത് സൂപ്പർ ക്ലാസ്സിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും സബ് ക്ലാസ്സിനുണ്ടാവും. അതാണ് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം ഫോർ സപ്പോർട്ടിങ് റിയൂസിബിലിറ്റി. ഇപ്പോൾ റിയൂസിബിലിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഒരു ക്ലാസ്സിൽ നിന്നും അതിൻ്റെ സബ് ക്ലാസ്സിന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. അപ്പം ഡിറൈവ് ചെയ്തെടുക്കുന്ന സമയത്ത് സബ് ക്ലാസ്സിന് സൂപ്പർ ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ ആട്രിബ്യൂട്ട്സും ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ ഇൻഹെറിറ്റൻസ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റും. അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് അടുത്ത കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഓവർലോഡിങ് ആൻഡ് ഓവർ റൈഡിങ് ആണ്. ഓവർലോഡിങ് എന്താ വെച്ചാൽ when two or more methods in the same class have the same name but different parameters, it's called overloading. ഓവർലോഡിങ് എന്ന് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഒരു ക്ലാസ്സിൽ ഒരേപോലെ സെയിം നെയിമിലുള്ള കുറച്ച് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞ ഒരു ക്ലാസ്സിൽ മെത്തേഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മെത്തേഡ്സിനൊക്കെ സെയിം നെയിമാണ്, പക്ഷേ ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആണ് മെത്തേഡ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിനെ ഓവർലോഡിങ് എന്ന് പറയാം. അപ്പം ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ സെയിം മെത്തേഡ്സ്, അതായത് സെയിം നെയിമിലുള്ള മെത്തേഡ്സ് ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ആണെങ്കിൽ അതിന് ഓവർലോഡിങ് എന്ന് പറയാൻ പറ്റും. ഇനി ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ when the method signature name and parameters are the same in the super class and the child class, it's called overriding. Overriding എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലാസ്സിലും സബ് ക്ലാസ് എന്ന് പറഞ്ഞാൽ സബ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും സെയിം തന്നെയാണ് കേട്ടോ, നേരത്തെ പറയാൻ വിട്ടതാണ്. ചൈൽഡ് ക്ലാസ് എന്ന് പറഞ്ഞാലും സബ് ക്ലാസ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. സൂപ്പർ ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്ലാസ് ആണ് ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ്. അപ്പം സൂപ്പർ ക്ലാസ്സിലും സബ് ക്ലാസ്സിലും ഒരേപോലെയുള്ള മെത്തേഡ്, അതായത് നെയിമും ആർഗ്യുമെൻറ്റും സെയിം ആയിട്ട് വരുന്ന മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഓവർ റൈഡിങ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒന്നുമില്ല, ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ ഒരു സബ് ക്ലാസ് നമ്മൾ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് ഒരു ക്ലാസ് ഡിറൈവ് ചെയ്ത് വെച്ചു, അതായത് സബ് ക്ലാസ്സിലും സൂപ്പർ ക്ലാസ്സിലും ഒരേ പേരിൽ, അതായത് സെയിം നെയിമിലും സെയിം ആർഗ്യുമെൻറ്റിലും വരുന്ന മെത്തേഡ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ ഓവർ റൈഡിങ് എന്ന് പറയാൻ പറ്റും. ഇനി ഓവർ ലോഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ സെയിം നെയിമിൽ വരുന്ന മെത്തേഡ്സ് ഡിഫറെൻറ്റ് ആർഗ്യുമെൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ ഓവർ ലോഡിങ് എന്ന് പറയാൻ പറ്റും. അതാണ് ഓവർ ലോഡിങ് ആൻഡ് ഓവർ റൈഡിങ്. The next last concept ആണ് late binding. Late binding is a runtime process of looking up a declaration by name that corresponds to a uniquely specified type. യുണീക്കായി സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ ഡിക്ലറേഷന് വേണ്ടിയിട്ട് റൺ ടൈമിൽ നോക്കുക, അതിനാണ് ലേറ്റ് ബൈൻഡിങ് എന്ന് പറയുക.
ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ടൈപ്പ് ചെക്കിംഗ് ഡ്യൂറിങ് കമ്പൈലേഷൻ്റെ ടൈമിൽ ടൈപ്പ് ചെക്കിംഗ് ഒന്നും ലേറ്റ് ബൈൻഡിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല. വെൻ റെഫറൻസിങ് ലൈബ്രറീസ് ഇൻക്ലൂഡിങ് ആൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് റിക്വയർഡ്. റെഫറൻസിൻ്റെ സമയത്ത് ഒബ്ജക്റ്റ് റിക്വയർഡ് അല്ല. അപ്പം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ വരുന്ന കോൺസെപ്റ്റ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആൻഡ് ഐഡൻറ്റിറ്റിയാണ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിന് അസൈൻ ചെയ്തെടുക്കുന്ന ഒരു പെർട്ടിക്കുലർ വാല്യൂ. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പിന്നെ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ആ ഒരു സ്ട്രക്ചറിനാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുക. അപ്പോൾ എൻക്യാപ്സുലേഷൻ വഴി നമുക്കൊരു മെത്തേഡിന് വേറെ മെത്തേഡിനെ ആക്സസ് ചെയ്യണമെങ്കിൽ അതിൽ ഒരു പബ്ലിക് മെത്തേഡ് യൂസ് ചെയ്താലേ ഒരു ഒബ്ജക്റ്റിന് വേറെ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വരുന്ന കോൺസെപ്റ്റാണ് ക്ലാസ് ആൻഡ് ഇൻസ്റ്റൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ക്ലാസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഒബ്ജക്റ്റിനാണ് ക്ലാസ് എന്ന് പറയുക. ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റിന് ബിഹേവിയർ ഉണ്ടാവും, ഒരു ഒബ്ജക്റ്റിന് സ്റ്റേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെയിം സ്റ്റേറ്റ് അല്ലെങ്കിൽ സെയിം സ്ട്രക്ചറിലുള്ള ഒബ്ജക്റ്റിനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ ഒരു ക്ലാസ് ഡെഫിനിഷന് സാധിക്കും. അതാണ് ഇൻസ്റ്റൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ക്ലാസ്സിൽ നിന്ന് ഒരു സബ് ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ. ദെൻ ഓവർലോഡിങ് ആൻഡ് ഓവർ റൈഡിങ് ആണ് ലാസ്റ്റ് വൺ പറഞ്ഞത്. ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് ഒരു ക്ലാസ്സിൽ വരുന്ന ഒരു നെയിമിൽ വരുന്ന മെത്തേഡ്സ് ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് ഓവർലോഡിങ് പറയും. ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ സബ് ക്ലാസ്സിലും സൂപ്പർ ക്ലാസ്സിലും സെയിം നെയിമിലും സെയിം ആർഗ്യുമെൻറ്റിലും വരുന്ന മെത്തേഡ്സിനാണ് ഓവർ റൈഡിങ് എന്ന് പറയാം. പിന്നെ ലേറ്റ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു യൂണീക്കായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ റൺ ടൈമിൽ നോക്കും. അതിനാണ് ലേറ്റ് ബൈൻഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്രയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.